സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കഴിഞ്ഞ സർക്കാർ പെൻഷൻ ആരംഭിച്ചത്. ഈ മാസത്തെ പെൻഷൻ വിതരണം 24-ന് തുടങ്ങും. 3000 പെൻഷൻ ഉയർത്തുന്നത് വൈകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ലോസ് ആഞ്ചലസിലുള്ളയാൾ വിളിച്ച് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെട്ടതായും ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ലോസ് ആഞ്ചലസിലുള്ളയാളുടെ അമ്മ അയാളുടെ സംരക്ഷണയിലാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മറുപടി നൽകി. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്നവർ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർ അനർഹരായി മാറും. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. മക്കൾ വിദേശത്താണെങ്കിലും മക്കൾ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല. അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. വിശദാംശങ്ങളുമായി അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ കാര്യമായ മാറ്റം വരുത്താനുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ സർക്കാർ പോയേക്കുമെന്നുള്ള സൂചന തന്നെയല്ലേ മുഖ്യമന്ത്രി നൽകുന്നത്? ആർഷൻ, തീർച്ചയായും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അനർഹർ ആ പട്ടികയിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുള്ള ഉദാഹരണമായിരുന്നു ലോസ് ആഞ്ചലസിൽ ഉള്ള ആൾ വിളിച്ച് ഈ പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അനർഹർ ഉണ്ടായിട്ടുള്ള കാര്യം പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഈ ലോസ് ആഞ്ചലസിലുള്ള ആളുടെ അമ്മ സ്വയം സംരക്ഷണത്തിലാണെങ്കിൽ അത് അയോഗ്യതയാണോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതാണ്. ഈ നിലയിൽ സാമ്പത്തിക നില ഭദ്രമായിട്ടുള്ള ആളുകൾ ഈ പട്ടികയിലുണ്ട് എന്ന് മാത്രമല്ല, അർഹരായിട്ടുള്ള ആളുകൾ പട്ടികയ്ക്ക് പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ നിലവിലുള്ള കഴിഞ്ഞ മാസത്തെ പെൻഷൻ നിലവിൽ കൊടുത്തിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് നാളെ ഇറങ്ങും. ആ മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള മാസത്തെ പെൻഷൻ 24-ാം തീയതി തൊട്ട് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ആ പദ്ധതി തുടങ്ങുന്നത്. അതിനുശേഷമുള്ള തുടർ മാസങ്ങളിൽ ആ തുക വിതരണം ചെയ്യുകയും ചെയ്തു. സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ആ പദ്ധതി തുടരുന്നില്ല. കഴിഞ്ഞ 2 മാസമായി കുടിശ്ശികയാണ്. ഇക്കാര്യത്തിലും ഒരു പുനഃപരിശോധന ഉണ്ടാകും ഈ പദ്ധതി തുടരുന്നതിൽ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തുടരണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. റൈറ്റ്.